കൂട്ടുകാരെ, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പൊക്കുവടയാണ്. പൊക്കുവട എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. പൊക്കുവട ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കിയാലോ നമുക്ക്. ഉള്ളി ചോപ്പ് ചെയ്തതാണ്, ഞാൻ 3 ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില ചെറുതായി അരിഞ്ഞച്ചത്, പിന്നെ മല്ലിച്ചപ്പും ഒരു 2-3 പുതിനയിലയും, പിന്നെ ഇത് ഇഞ്ചി, വെളുത്തുള്ളി ഒരു 3-4 എണ്ണം, പിന്നെ ഒരു 4-5 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, എല്ലാം കൂടി മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. പിന്നെ നമുക്ക് വേണ്ടത് കാശ്മീരി മുളക് പൊടി, പിന്നെ ചിക്കൻ മസാല, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു നുള്ള് കായം പൊടിയും. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത്. ആദ്യം നമുക്ക് ഉള്ളിയോ ഈ സാധനങ്ങളെല്ലാം കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് ഞരടി കുഴച്ച് വെക്കണം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കുഴക്കാം. നന്നായി ഇങ്ങനെ ഉള്ളി ഇങ്ങനെ നന്നായി ഞരടി ഇങ്ങനെ കുഴക്കണം. അപ്പോഴാണ് നമുക്ക് ഇനി പൊക്കുവടയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവും. അത് കഴിഞ്ഞ് അടുത്തതായിട്ട് ഈ പൊടികളെല്ലാം കൂട്ടിയിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യാം. ഇനി ഇതിവിടെ വെച്ച് നമുക്ക് ഇതിൽ മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ കാണിച്ചില്ല. ഇതിൽ ചേർത്തേണ്ട പൊടികൾ ഇതാണ്. കടലപ്പൊടി ഒരു ഗ്ലാസ്സിൽ അളക്കുന്നെങ്കിൽ 1 ഗ്ലാസ് കടലപ്പൊടി എടുക്കുക. ആ ഗ്ലാസ്സിന് തന്നെ 1/2 ഗ്ലാസ് മൈദ എടുക്കുക. പിന്നെ അതിൻ്റെ 1/4 ഗ്ലാസ് അരിപ്പൊടിയും എല്ലാം കൂടി മിക്സ് ചെയ്ത് ഞാൻ തരിച്ച് വെച്ചതാണ്. ഈ പൊടിയും കൂടി ചേർത്ത് നമുക്ക് എല്ലാം കൂടി മിക്സ് ചെയ്യാം. ആദ്യം വെള്ളമൊന്നും ഒഴിക്കാണ്ട് ഇതന്നെ പൊടിയും ഈ ഉള്ളിയൊക്കെ ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് വെള്ളം ചേർത്ത് കുറേശ്ശെ വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം. ഇത് ഇഞ്ചിയും പച്ചമുളകൊക്കെ ക്രഷ് ചെയ്ത് മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം എടുത്തതാണ്. വെള്ളത്തിന് അളവൊന്നും പറയുന്നില്ല, അതൊക്കെ നമ്മൾ കുഴക്കുന്നതിനനുസരിച്ചിട്ട് വെച്ച് കൊടുത്താൽ മതി. കുറച്ച് ലൂസായിട്ട്, അധികം ടൈറ്റായിട്ടുമല്ല അധികം ലൂസായിട്ടും അല്ലാണ്ടാണ് കുഴക്കുക. അപ്പോൾ നമ്മൾ മാവ് റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് ചെയ്യേണ്ടത്. നമുക്ക് എണ്ണയിലേക്ക് ഇടുമ്പോൾ ഇങ്ങനെ വീഴാനുള്ള ആ ഒരു ഇതിൽ ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ നോക്കിയിട്ട് ഇടണം കേട്ടോ. ഞാൻ ഉള്ളിയിലുള്ള ഉപ്പ് കൂടാതെ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാം. ഇത് കുഴച്ച് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ 1/2 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇതാ ചീനിച്ചട്ടി വെച്ച് അതിൽ ചൂടായതിന് ശേഷം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് പൊക്കുവട ഉണ്ടാക്കിയെടുക്കാം. ഓയിൽ ചൂടായോ നോക്കാം നമുക്ക്. ഇത് കുറേശ്ശെ ഇട്ട് കൊടുക്കാം.
ഒരു ഭാഗമായതിനു ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. കോരി മാറ്റി വയ്ക്കാം. അടുത്ത ബാച്ചും അതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. ഇവിടെ നല്ല മഴയാണിപ്പോൾ. മഴയത്ത് നല്ല ചൂട് കട്ടൻ ചായയും അതുപോലെ തന്നെ ചൂട് പൊക്കുവടയും കൂടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഉണ്ടാക്കിയാൽ മതി, അല്ലെങ്കിൽ ഉള്ളു വേവാത്ത പോലെ ഉണ്ടാവും. ഇതും കൂടെ നമുക്ക് ആയിട്ട് എല്ലാം ആയിട്ടാകുമ്പം കാണാം. അപ്പം അതാ നമ്മൾ പൊക്കവടയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരാൾ കഴിക്കുന്നുമുണ്ട്, ചൂട് ചായയും പൊക്കുവടയും. പൊക്കുവട എങ്ങനെയുണ്ട്? സൂപ്പർ.